പ്രേമവും സ്നേഹവും വിരഹവും മറ്റെല്ലാ മാനുഷിക വികാരങ്ങളും പാട്ടിലൂടെ അനുഭവിപ്പിച്ച മായിക പ്രതിഭ ഇളയരാജ. വെറുമൊരു കമ്പോസർ മാത്രമല്ല, ഇന്ന് നമ്മുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും കൂടി നിൽക്കുന്ന പാട്ടുകളുടെ തോഴനാണ് അദ്ദേഹം. ഇളയരാജയുടെ പിറന്നാളിൽ രാജയുടെ വലിയൊരു ആരാധകനായ ക്ലബ് എഫ്എമ്മിലെ ലീഡ് പ്ലേലിസ്റ്റ് അഡ്മിൻ കൂടിയായ പ്രശാന്ത് രാജയെപ്പറ്റി ഓർക്കുകയാണ്. ഇളയരാജയോടുള്ള ഇഷ്ടം നമുക്ക് പറയുമ്പോഴത്തേക്ക് അതിനൊരു ഏതാണ്ടൊരു 10-45 വർഷത്തെ ചരിത്രമുണ്ട്. കാരണം എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എൻ്റെ ഒരു LKG മുതൽ 7ാം ക്ലാസ് വരെ പാലക്കാടിനടുത്ത് ചിറ്റൂരായിരുന്നു. അപ്പോൾ ചിറ്റൂരിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ അപ്പോൾ അടുത്ത് കേൾക്കുന്ന വീടുകളിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ, ഇപ്പോൾ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ അവർ പ്ലേ ചെയ്യുന്ന പാട്ടുകൾ, ഇപ്പോൾ സിനിമയ്ക്കൊക്കെ മുമ്പ് ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. അപ്പോൾ അന്നൊക്കെ ഈ ഇട സമയങ്ങളിൽ പ്ലേ ചെയ്യുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ നിന്ന് കേൾക്കുന്ന പാട്ട്, ചില വീടുകളിൽ നിന്ന് ഇപ്പോൾ സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു സ്കൂളും വീടും തമ്മിൽ. അപ്പോൾ നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പോകുമ്പോഴത്തേക്കും നമ്മൾ വഴിയിൽ കേൾക്കുന്ന ഒരു സ്ഥിരമായിട്ടൊരു വീട് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടുത്തെ ഒരു ചേട്ടൻ സ്ഥിരമായിട്ട് ഇതുപോലെ ഡെയിലി പാട്ടുകൾ, രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും, പുള്ളി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ഭയങ്കര ഇളയരാജ ഫാനായിരിക്കണം. അപ്പോൾ അവിടുന്ന് വന്നിരുന്ന പാട്ടുകൾ കംപ്ലീറ്റ് ഇളയരാജ പാട്ടുകളായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കേൾക്കുന്നത്. പിന്നെ നമ്മുടെ നെയ്ബേഴ്സ്, ഇപ്പോൾ നെയ്ബർ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലെ 2 ചേട്ടന്മാർ, അവരന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നതാണ്. മലയാളം കേൾക്കും, പാട്ടുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു ഒരുപാട്. അപ്പോൾ അവരുടെ ഇഷ്ടംപോലെ ഇളയരാജ കളക്ഷൻ ഉണ്ടായിരുന്നു. അവർ അന്ന് 10, 200, 300 കാസറ്റുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പോരാത്തതിന് അവർ ഇങ്ങനെ പാട്ടുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് നമുക്ക് കേൾക്കാനും കൂടെ തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇളയരാജ. അതിൽ തന്നെ എനിക്ക് ഓർമ്മയുള്ളത്, പാട്ടുകളിങ്ങനെ ഇളയരാജയുടെ ഹിറ്റ്സ് മാത്രമായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ 12 പാട്ട്, സോണിയുടെ 90 ആണെങ്കിൽ അതിൽ കൂടുതൽ പാട്ടുകൾ അതിനകത്ത് വരും. അപ്പോൾ അത്രയും പാട്ടുകൾ ഇങ്ങനെ വന്നിട്ട് അതിനകത്ത് നല്ല ക്യാപ്ഷൻസൊക്കെ കൊടുത്ത് ഇറസിസ്റ്റബിൾ ഇളയരാജ എഗെയിൻ, ദ അൺഅവോയ്ഡബിൾ ഇളയരാജ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരിക്കും പ്രൊഫഷണലായിട്ട് കവറൊക്കെ ഡിസൈൻ ചെയ്തായിരുന്നു അവർ വെക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്വാധീനം നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചുറ്റും കേൾക്കാൻ പറ്റുന്നതെല്ലാം അന്നത്തെ കാലത്ത് 80കളുടെ ആദ്യകാലത്തും 80കളുടെ പകുതി അവസാനം വരെയൊക്കെ തന്നെ ഇളയരാജ പാട്ടുകളായിരുന്നു. പിന്നെ പോരാത്തതിന് ഇപ്പോൾ നമ്മുടെ ഈ ചിത്രഗീതം എന്നൊക്കെ പറയുന്ന പോലെ തമിഴിൽ ഒളിയും എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളിയാഴ്ച വരും വരുന്ന പാട്ടുകൾ മാത്രമുള്ള തമിഴ്നാട് ദൂരദർശൻ്റെ. അപ്പോൾ അതിൽ വരുന്നതും എങ്ങനെ വന്നാലും 80കൾ കംപ്ലീറ്റ് ഇളയരാജ ഹിറ്റ്സ്, കൂടുതൽ ഇളയരാജ പാട്ടുകൾ മാത്രം കേൾക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിലൂടെ നമ്മുടെ ഇഷ്ടം ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നു. പിന്നീട് സിനിമകൾ കാണുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് തമിഴ് സിനിമ. തിയേറ്ററിൽ മലയാളം സിനിമകളെ കാണത്തുള്ളായിരുന്നു, തമിഴ് സിനിമകൾ അങ്ങനെ പോകത്തില്ല. പക്ഷേ തമിഴ് ദൂരദർശനിൽ വരുന്ന പാട്ടുകൾ നമ്മൾ കേൾക്കുമായിരുന്നു, അല്ലെങ്കിൽ ദൂരദർശനിൽ വരുന്ന സിനിമകൾ കാണുമ്പോഴത്തേക്കും അങ്ങനെ. അതാണ് ഇളയരാജ ഒരു ഇഷ്ടത്തിനോടുള്ള ഒരു ഇതിങ്ങനെ അങ്ങനെ യാത്ര അങ്ങനെ തുടങ്ങുകയായിരുന്നു. ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു ഇളയരാജ പാട്ടെന്നുള്ളത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പ്രയാസമാണ്. അത് ഒറ്റപ്പാട്ടായിട്ട് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ആ സമയത്ത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ പാട്ടുകൾ ഇഷ്ടമാണ്. ഇളയരാജ മ്യൂസിക്കാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അത്രയും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ കേൾക്കുന്ന അത്രയും ഇളയരാജ പാട്ടുകളായിരിക്കും. പക്ഷേ എനിക്ക് അപ്പോൾ മലയാളത്തിൽ കുറേ രാജ സാർ ആ സമയത്ത് ഒരുപാട് പാട്ടുകൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഓളങ്ങളിലെ തുമ്പീവ, പിന്നെ ആ രാത്രിയിലെ കിളിയേ, പിന്നെ യാത്രയിലെ തന്നന്നും താനനം, മൈഡിയർ കുട്ടിച്ചാത്തനിലെ ആലിപ്പഴം പെറുക്കാം. അപ്പോൾ ഇങ്ങനത്തെ പാട്ടുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഒരെണ്ണം വിട്ടുപോയി, മംഗളം നേരുന്നു അതിനകത്തെ അല്ലീളം പോകും. അപ്പോൾ ഇതൊക്കെ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളാണ്. ഇപ്പോൾ ലല്ലബി സോങ്സ് ഉണ്ട് അതിനകത്ത്, കുട്ടികൾക്കായിട്ടുള്ള പാട്ടുകൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ എസ് ജാനകിയൊക്കെ പാടിയ ആ പാട്ടുകൾ അത് നമ്മളങ്ങ് അറിയാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോവുകയാണ്. അത് നമ്മൾ പിൽക്കാലത്ത് ഒരുപക്ഷെ പിന്നീടായിരിക്കും, നമ്മൾ കുറച്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അത് ഇളയരാജ ആണല്ലോ മ്യൂസിക് എന്നറിയുന്നത്. അപ്പോൾ ആദ്യം കേട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകളിൽ ഈ തുമ്പിവാക്കെ വേണമെങ്കിൽ വരാം. തമിഴിൽ പറയുമ്പോഴത്തേക്ക് ഇളമേയ്തോ വന്ന് കേട്ട ഓർമ്മയുണ്ട്. പിന്നെ സിന്ദൂരപ്പൂവേ ജാനകിയുടെ അത് കേട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആ സമയത്ത് ഇറങ്ങിയ നിഴൽകളിലെ പൂങ്കതവേ, ഒരു പൊന്മാലയൊക്കെ നമ്മൾ കേട്ട് പോയ പാട്ടുകളാണ്. പക്ഷേ ഒരു ഓർത്തെടുക്കാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു തുമ്പീവ വേണമെങ്കിൽ പറയാം, ഓളങ്ങളിലെ. അതായിരിക്കണം ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇളയരാജ പാട്ട്. ഇതുവരെ ഇളയരാജയുടെ പാട്ട് കേൾക്കാത്ത ഒരാളുടെ അടുത്ത് ഇപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ട്, ആ പാട്ടുകൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ സംഗീതം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോൾ ഡെയിലി ഇല്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലും
എന്നെങ്കിലും നമ്മൾ ഇളയരാജ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ അത് രാജസാറിൻ്റെ പാട്ടാണെന്ന് നമുക്കറിയത്തില്ലായിരിക്കും. എങ്കിൽ പോലും ഇപ്പോൾ നമ്മളിപ്പോൾ ന്യൂജൻ ഏറ്റവും പുതിയ ആൾക്കാർ ഇപ്പോൾ ഈ ജനറേഷനിലുള്ള കുട്ടികളുടെ അടുത്ത് അവരുടെ അടുത്ത് ചോദിച്ചാൽ പോലും ഇപ്പം നമ്മൾ റീമിക്സ് ചെയ്തും ഒക്കെ പല പടങ്ങളിലും ഒക്കെ ആയിട്ട് വരുന്നില്ലേ. ഇപ്പോൾ ഈയിടെ ഗുഡ് ബാഡ് അഗ്ലിയിൽ വന്നു, ഒരുപാട് പടങ്ങളിൽ ഇളയരാജ. എന്തിന് നമ്മൾ തുടരും, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹിറ്റായ തുടരിനകത്ത് ഇളയരാജ റെഫറൻസ് ഒരുപാടുണ്ട്, ഇളയരാജയുടെ പാട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇളയരാജ പാട്ടുകൾ എങ്ങനെ വന്നാലും അവർ കേൾക്കും. എങ്കിൽ പോലും ഒരാളെ ഇപ്പോൾ നമുക്ക് കേൾപ്പിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദാസേട്ടൻ്റെ രാജരാജ ചോഴൻ ഞാൻ വേണമെങ്കിൽ പറയാം, SPBയുടെ മണ്ണിലിന്ത കാതൽ പറയാം, പിന്നെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ദാസേട്ടൻ്റെ തന്നെ പൂങ്കാറ്റിനോടും പറയാം, പിന്നെ വലയോസൈ എന്ന് പറഞ്ഞ സോങ്ങുണ്ട്, അത് പറയാം. അങ്ങനെ നമുക്ക് ഈ ഒറ്റപ്പാട്ടെന്നുള്ള രീതിയിലല്ല, ഇഷ്ടംപോലെ പാട്ടുകൾ അങ്ങനെ കേൾപ്പിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ച പടമുണ്ട്, അതിനകത്ത് കല്യാണത്തേന്നില്ല എന്നുള്ള പാട്ടുണ്ട്, അത് യേശുദാസ് ചിത്ര കോമ്പിനേഷനിൽ വരുന്നതാണ്. അത് കേൾക്കുകയാണെങ്കിൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ മഴയെ വരുത് കൂടെ കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഞാനീ പറയുന്ന പാട്ടുകൾ ഇതല്ലാതെ വേറെ പാട്ടുകൾ, അപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും ഒരു 1-2 കേൾപ്പിച്ച് കൊടുത്താൽ തന്നെ ആളുകൾക്ക് എന്ത് വന്നാലും ഇഷ്ടപ്പെടും, അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല. മറ്റ് സംഗീത സംവിധായകരിൽ നിന്നും രാജസാറിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത് പറഞ്ഞാൽ, നമുക്കൊരു സാധാരണ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു ചട്ടക്കൂടിൽ ശരിക്കും രാജസാറിനെ ഒതുക്കിക്കൂടാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള വോളിയം ഓഫ് സോങ്സ്, വോളിയം ഓഫ് ഫിലിംസ് ഇപ്പോൾ 1100 ഫിലിംസിൽ കൂടുതലായി ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ ഏതാണ്ട് 5000-നടുത്ത് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെക്കോർഡ് ഒരു കാലത്തും ആരും, എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു കാലത്ത് അതാരെങ്കിലും ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്നുള്ളത്. കാരണം അത് നമ്മളീ പറയുന്നത് അറൗണ്ട് ദ വേൾഡാണ് നമ്മൾ പറയുന്നത്, അങ്ങനെ ഒരു കാര്യം. പിന്നെ ഫാസ്റ്റസ്റ്റ് കമ്പോസർ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് രാജസാറിനെ പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സിറ്റുവേഷൻ പറയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ആ മനസ്സിൽ തോന്നിയിട്ട് അപ്പം തന്നെ ആ നേരെ ആ ട്യൂൺ അങ്ങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് നേരം, ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല കമ്പോസേഴ്സും ന്യൂജൻ കമ്പോസേഴ്സും ഒക്കെ ഈ മാസങ്ങളോളം എടുത്താണ് ഒരു പാട്ടൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അത് ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റം, ഓരോരുത്തരുടെ ഓരോ സ്റ്റൈലാണ്. പക്ഷേ രാജസാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും പെട്ടെന്ന്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ചിന്നത്തമ്പി പോലത്തെ ഒരു ഏറ്റവും വലിയ ഹിറ്റായ ഒരു പടത്തിൽ അതിലെ സോങ്സ് എല്ലാം ഹിറ്റാണ്. അത് ഏതാണ്ട് 20 മിനിറ്റിനകത്ത് കമ്പോസ് ചെയ്തതാണ്. ഇപ്പോൾ സത്യന്തിക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടത്തിലെ സോങ്സ് എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമൊക്കെ സെറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കമ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ കംപ്ലീറ്റ് കമ്പോസ് ചെയ്തിട്ട് വന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നെറ്റിൽ തന്നെ അവൈലബിൾ ആണ്, നമ്മൾ കേട്ടിട്ടുമുണ്ട് അങ്ങനത്തെ. അപ്പോൾ ഒരു ഫാസ്റ്റസ്റ്റ് കമ്പോസർ എന്നുള്ള രീതിയിലും അദ്ദേഹം പ്രശസ്തനാണ്. പിന്നെ ഇതിലൊന്നും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേന്മ നിൽക്കുന്നത് ഇപ്പോൾ ഈ നൊട്ടേഷൻസ്, ഇപ്പോൾ സോങ് നൊട്ടേഷൻസ് എഴുതുക എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു സംഗീതം നല്ലോണം അറിയുന്ന ഒരാൾക്ക് നൊട്ടേഷൻസ് എഴുതാൻ പറ്റും, നൊട്ടേഷൻസ് വേണമെങ്കിൽ എഴുതാം, അപ്പോൾ സംഗീത വിദ്യാർത്ഥികൾക്ക് പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ നൊട്ടേഷൻസ് എഴുതി കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഇപ്പോൾ ഹാർമോണിയം പോലത്തെയോ അല്ലെങ്കിൽ പിയാനോ പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് സഹായമില്ലാതെ ഡയറക്റ്റ്ലി സോങ്ങിൻ്റെ കമ്പോസിഷൻ നൊട്ടേഷൻസായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെയും സെപ്പറേറ്റ് എഴുതി അതിനെ ഫുൾ ഒന്ന് കമ്പോസ് ചെയ്ത് വിത്ത് ഓർക്കസ്ട്ര ഒരു സോങ്ങാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വളരെ റെയറാണ്. അത് വെളിയിലുള്ള ഫോറിനേഴ്സ് പോലും പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റിൻ്റെ സഹായം, ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് നോക്കിയിട്ട് പിന്നീട് നൊട്ടേഷൻസ് എഴുതി കൊടുക്കുന്ന കമ്പോസേഴ്സിനെ നമുക്ക് കാണാം, നമ്മൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ രാജസാർ അങ്ങനെയല്ല. അദ്ദേഹം ശരിക്കും ഡയറക്റ്റ്ലി അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്ന ആ ട്യൂണിനെ നൊട്ടേഷനായിട്ടങ്ങ് എഴുതാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ കഴിവ് വേറെ ആർക്കും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് അത് ഭയങ്കര. അപ്പോൾ ഇതൊക്കെയാണ് രാജസാറിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പലപ്പോഴും ഏതെങ്കിലും ഒരു പാട്ട് അതിശയിപ്പിച്ച ഒരു പാട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരിക്കലും രാജസാറിനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ രാജസാറിൻ്റെ ഏറ്റവും മികച്ച 25 പാട്ടുകൾ അല്ലെങ്കിൽ ഏറ്റവും മികച്ച 50 പാട്ടുകൾ 100 പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്രത്തോളം പാട്ടുകൾ അത്രത്തോളം നല്ല പാട്ടുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പാട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അയ്യോ ഇതിനെക്കാട്ടി നല്ലതാണല്ലോ മറ്റേ പാട്ട്, എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് നമുക്ക് ഒരു ഫാനിന് ശരിക്കും ഒരു വിഷമം തോന്നാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ബെസ്റ്റ് സോങ് അല്ല, ബെസ്റ്റ് 100 സോങ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ രാജസാറിന് എന്ന് പറയുന്നതാണ് ശരി. പിന്നെ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഈ കൂടുതലും പറയുന്നത് സിനിമാ സംഗീതത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ സിനിമാ പാട്ടുകളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു.
ഇപ്പോൾ ഇതല്ലാതെ വേറൊരു മേഖല, ഇപ്പോൾ സിനിമ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാതെ സംഗീതം എന്ന് പറഞ്ഞ ചട്ടക്കൂട് അതിനകത്ത് തന്നെ മാത്രം നിൽക്കാനുള്ളതല്ലേ. ഇപ്പോൾ സിംഫണി രാജസാറിൻ്റെ ഇപ്പോൾ വാലിയൻ്റ് എന്ന് പറഞ്ഞ സിംഫണി നമ്പർ 1 ലണ്ടനിൽ റെക്കോർഡിങ് കഴിഞ്ഞു. രാജസാറ് അത് ഈ വർഷം ആദ്യമായിരുന്നു. അതിൻ്റെ ഇപ്പോൾ നമ്മൾ ശരിക്കും ഫാൻസ് എല്ലാം അത് ഇപ്പോൾ അതിൻ്റെ CD ഇപ്പോൾ ഔട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അവിടെ അതിൻ്റെ ഇപ്പോൾ അവർ രാജസാർ കേട്ടു, അതിൻ്റെ ലണ്ടനിൽ അതിൻ്റെ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ഇന്ത്യയിൽ ഷോ 1-2 സ്ഥലത്ത് നടത്തും. അപ്പോൾ അതിൻ്റെ ശരിക്കും ഇപ്പോൾ CD അതിൽ അവർ ഒഫീഷ്യൽ റിലീസ് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം രാജസാറിൻ്റെ ഇപ്പോൾ കഴിവുകൾ അദ്ദേഹം ചെയ്യാനുള്ള ഇപ്പോൾ പാട്ടുകളിലും സിനിമാ പാട്ടുകളിലൊക്കെ സിനിമകൾക്കൊക്കെ വേണ്ടി ചെയ്യാവുന്ന അദ്ദേഹം അതിൻ്റെ മാക്സിമം ചെയ്തു കഴിഞ്ഞു. ഇനിയൊന്നും അതിനകത്ത് അദ്ദേഹത്തിന് ചെയ്യാനില്ല. അദ്ദേഹം ശരിക്കും ഇങ്ങനത്തെ സിംഫണി പോലത്തെ വലിയ എക്സ്പെരിമെൻറ്റ്സ്, അതും വലിയ മറ്റേ ഫോറിൻ പ്ലേയേഴ്സ്, അപ്പോൾ അവരൊക്കെ തന്നെ പറയുന്നത് അവർക്ക് അത്ഭുതത്തോടു കൂടിയാണ്. ലണ്ടനിലെ സിംഫണിയുടെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാൻഡിങ് ഒവേഷനായിരുന്നു എല്ലാവരും. അപ്പോൾ കാരണം അവർക്ക് തന്നെ ഒരു അത്ഭുതമാണ് ശരിക്കും രാജസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇളയരാജ എന്ന് പറഞ്ഞ ആ ഒരു അത്ഭുതത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ സിംഫണി പോലത്തെ ഒരുപാട് എക്സ്പീരിയൻസിനായിട്ട് ശരിക്കും ഒരു രാജസാർ ഫാൻസ് ശരിക്കും അങ്ങനത്തെ ഒരുപാട് എക്സ്പെരിമെൻസിനായിട്ട് ശരിക്കും കാത്തിരിക്കുന്നു.